ടെംപ്റ്റേഷൻസ് ഇംഗ്ലീഷിൽ പറയുന്ന പ്രലോഭനങ്ങൾ എന്നുള്ളതാണ്. എന്താണ് സത്യത്തിൽ പിശാചിൻ്റെ പ്രലോഭനങ്ങൾ? ദൈവത്തിനെതിരായും ദൈവമക്കൾക്കെതിരായും ദൈവിക പദ്ധതിക്കെതിരായും ദൈവിക ക്രമീകരണങ്ങൾക്കെതിരായും ദൈവിക സംവിധാനങ്ങൾക്കെതിരായും ആഗ്രഹിക്കാനും പ്രവർത്തിക്കാനുമായിട്ടുള്ള പിശാചിൻ്റെ ക്ഷണമാണ് ടെംപ്റ്റേഷൻ അഥവാ പ്രലോഭനം. ദൈവത്തിനെതിരെ, ദൈവമക്കൾക്കെതിരെ, ദൈവിക പദ്ധതിക്കെതിരെ, ദൈവിക സംവിധാനങ്ങൾക്കെതിരെ, അങ്ങനെ ദൈവരാജ്യത്തിനെതിരായിട്ടുള്ള ഒരു പിശാചിൻ്റെ ക്ഷണം മനുഷ്യന് പിശാച് നൽകും. എങ്ങനെയാണത് ആ പ്രലോഭനത്തിലൂടെ വീഴുന്നതെന്ന് ചോദിച്ചാൽ, അരുതാത്തതിലേക്കുള്ള ആകർഷണം വഴിയാണ് പ്രലോഭനം തുടങ്ങുന്നത്. അരുതാത്തതിലേക്കുള്ള ആകർഷണം വഴി പ്രലോഭനം തുടങ്ങും. പ്രലോഭകൻ അരുതാത്തതിലേക്ക് നമ്മളെ ആകർഷിക്കുന്നു. ഈ അരുതാത്തത് ആകാം, വേണം എന്ന് നമ്മുടെ മനസ്സിൽ ഒരു ഇച്ഛ, ഒരു ആഗ്രഹം ഉണ്ടാകുന്നു. ആകർഷണം ഇപ്പോൾ ആഗ്രഹമായി മാറി. ആഗ്രഹം തുടങ്ങുമ്പോൾ പ്രലോഭകൻ വിജയിച്ചു തുടങ്ങും. എന്നിട്ട് മനസ്സും ബുദ്ധിയും പഞ്ചേന്ദ്രിയങ്ങളും എല്ലാം കൂടെ ഈ അരുതാത്തതിലേക്ക് തിരിയുന്നു. ഈ അരുതാത്തത് ചെയ്യാനോ അല്ലെങ്കിൽ അത് സ്വീകരിക്കാനോ അത് ആസ്വദിക്കാനോ അനുഭവിക്കാനോ മനസ്സിൽ തീരുമാനമുണ്ടാകുന്ന നിമിഷം പ്രലോഭനത്തിൽ അയാൾ വീണു കഴിഞ്ഞു. അയാൾ പ്രലോഭനത്തിൽ വീഴുന്നതിന് അതിന് ആ കർമ്മം നടന്നു കഴിയണമെന്നില്ല. അയാൾ പ്രലോഭനത്തിൽ വീഴുന്നത് മനസ്സിൽ ഈ അരുതാത്തത്, ദൈവികമല്ലാത്തത്, അതായത് പൈശാചികമായത്, ദൈവത്തിൻ്റെ പദ്ധതിക്കെതിരായത്, ദൈവമക്കൾക്കെതിരായത്, ദൈവിക ക്രമീകരണങ്ങൾക്കെതിരായത്, ദൈവിക പദ്ധതികൾക്കെതിരായത്, ദൈവവചനത്തിനെതിരായത്, ദൈവിക വെളിപാടിനെതിരായത്, അത് ആകാം, വേണം, ചെയ്യാം, സ്വീകരിക്കാം എന്ന് മനസ്സിൽ തീരുമാനം വരുമ്പോൾ തന്നെ അയാൾ ആ പ്രലോഭനത്തിൽ വീണു കഴിഞ്ഞു. നടപടി ആയിട്ടില്ല. നടപടിയാകുന്നതിന് മുമ്പ് തന്നെ പ്രലോഭനത്തിൽ വീണു കഴിയും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വ്യക്തി എന്നോട് പറയുകയാണ്, ഞാൻ കൗൺസിലിംഗ് എന്നപ്പോൾ എൻ്റെ അടുക്കൽ 2 കൗൺസിലേഴ്സ്, ഇവിടെയും മറ്റൊരു ധ്യാന കേന്ദ്രത്തിൽ, മുരിങ്ങൂരും മറ്റൊരു ധ്യാന കേന്ദ്രത്തിലുള്ള 2 കൗൺസിലേഴ്സ് ഒരു കാര്യം അടയാള സഹിതം എന്നോട് പറയുന്നു. ഇന്നതുപോലെ വസ്ത്രമൊക്കെ ധരിച്ച ഒരു സ്ത്രീയെ നീ ഉപദ്രവിച്ചിട്ടുണ്ടോ? ബലാത്സംഗം എന്ന വാക്ക് ഉപയോഗിച്ചല്ലോ, ഉപദ്രവിച്ചോ ചോദിച്ചത്. അയാൾ അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷേ 2 കൗൺസിലർ ചോദിച്ചു. അത് കഴിഞ്ഞ് 3ാമതായിട്ട് എൻ്റെ അടുക്കൽ വന്ന് ഇക്കാര്യം ഒന്ന് എന്താണെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചു. അച്ഛാ, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, പിന്നെന്താണ് അങ്ങനെ അവർ ചോദിച്ചത്? 2 പേരും ഒരേ അടയാളമാണ് പറയുന്നത്. ഒരു സ്ത്രീയെക്കുറിച്ച് പറയുന്നുണ്ട്, അതിൻ്റെ അയൽവക്കത്തുള്ളൊരു സ്ത്രീയാണ്. അപ്പോൾ ഉടനെ ഞാൻ ചോദിച്ചു, അവളുമായി പാപം ചെയ്യണമെന്ന്, അവളെ ഉപദ്രവിക്കണം, അവളുടെ വിശുദ്ധി കവരണം, അവളുമായി സുഖാസ്വാദനം നടത്തണമെന്ന് മനസ്സിൽ ആഗ്രഹം വെച്ചുകൊണ്ട് എന്തെങ്കിലും നടപടികൾ എടുത്തോ? അപ്പോൾ കുറച്ചു നേരം ആലോചിച്ചിട്ട് പറഞ്ഞു, അവസരം കിട്ടിയാൽ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ തീരുമാനമെടുത്ത് 2-3 വർഷക്കാലം അതിനു വേണ്ട സൗകര്യങ്ങൾ ഒത്തുവരാനും അനുകൂല സാഹചര്യം ഉണ്ടാകാൻ വേണ്ടി ഞാൻ കുറേ നടന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, അത് തന്നെയാണ് കാര്യം. നീ പ്രവൃത്തി കൊണ്ട് ആ പാപം ചെയ്തില്ല, പക്ഷെ മനസ്സുകൊണ്ട് ആ പാപം ചെയ്തു കഴിഞ്ഞു. മനസ്സുകൊണ്ട് തീരുമാനം വഴി നീ ആ പാപം ചെയ്തു കഴിഞ്ഞു. അവസരം ഒക്കാത്തത് കൊണ്ട് നീ അവിടെ പ്രവൃത്തിയിലേക്ക് പോയില്ലെന്നേ ഉള്ളൂ. അപ്പോൾ പ്രലോഭകനായ പിശാചിന് നമ്മുടെ മനസ്സിനെ എപ്പോഴും ഇതുപോലുള്ള ഒരു അരുതാത്തതിലേക്കുള്ള ആകർഷണം തന്നിട്ട് അരുതാത്തതാകാമെന്നുള്ള തീരുമാനത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു പ്രത്യേക ശക്തിയുണ്ട്. അവൻ്റെ പൈശാചിക ശക്തിയുടെ പ്രത്യേകത അതാണ്. ദൈവാത്മാവിൻ്റെ നിയന്ത്രണത്തിലിരിക്കുന്ന വ്യക്തിക്ക് അങ്ങനെയുള്ള പ്രലോഭനം വന്നു കഴിഞ്ഞാൽ അതിനെ അതിജീവിക്കാൻ പറ്റും. അതുകൊണ്ടാണ് റോമ 12:2 പൗലോസ് ശ്ലീഹ വഴി പരിശുദ്ധാത്മാ പറഞ്ഞത്, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത് എന്ന് പറഞ്ഞാൽ പിശാചിൻ്റെ ഭരണ സംവിധാന മേഖലയ്ക്ക് നിങ്ങൾ വിധേയരാകരുത്, അധീനരാകരുത്. പ്രത്യുത മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടണം. അങ്ങനെ രൂപാന്തരപ്പെട്ട് കഴിയുമ്പോൾ നല്ലതെന്താണ്, ദൈവത്തിന് പ്രീതികരമായത് എന്താണ്, സ്വീകാര്യമായത് എന്താണ്, അല്ലെ പരിപൂർണമായത് എന്താണെന്ന് വിവേചിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ
മനസ്സ് നവീകരിക്കപ്പെട്ടതാണെങ്കിൽ, മനസ്സ് അഭിഷേകപൂരിതമാണെങ്കിൽ, മനസ്സ് ദൈവോന്മുഖമാണെങ്കിൽ, ദൈവസ്വരം കേൾക്കുന്ന മനസ്സാണെങ്കിൽ, ആ കേൾക്കുന്ന സ്വരത്തിന് അനുസരണം കൊടുക്കുന്ന മനസാക്ഷിയുള്ള ആളാണെങ്കിൽ, പ്രലോഭകൻ ഇങ്ങനൊരു ആകർഷണം മുമ്പിൽ കൊണ്ടുവച്ചാലും അവിടെ അയാൾക്ക് വിജയിക്കാൻ പറ്റും. പ്രലോഭകൻ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ ദുരുപയോഗിക്കാൻ നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടായിരിക്കാം അരുതാത്തതിലേക്ക് നോക്കാനും അത് ആസ്വദിക്കാനും. ഇന്നത്തെ കാലത്ത് ഈ സോഷ്യൽ മീഡിയ ഇത്രമാത്രം പൈശാചികത പ്രചരിപ്പിക്കുന്ന ഒത്തിരി മേഖലകൾ സോഷ്യൽ മീഡിയയിലുള്ള ഈ കാലത്ത് നമ്മൾ വളരെയേറെ ശ്രദ്ധാലുക്കളായിരിക്കണം. നമ്മൾ യൂട്യൂബിലോ അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്ത് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ മുമ്പിലേക്ക് ഈ അരുതാത്ത ഒത്തിരി കാര്യങ്ങളിങ്ങനെ വന്നു എന്ന് വരാം. നമ്മൾ സോഷ്യൽ മീഡിയ പലതിലും അതുപോലുള്ള സാഹചര്യങ്ങളുണ്ട്. അത് കാണുമ്പോൾ ഒരു സെക്കൻഡ് പോലും നമ്മൾ അതിലേക്ക് ശ്രദ്ധയൊന്നരുത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചില്ലെങ്കിൽ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ നമ്മുടെ മനസ്സിൻ്റെ നിയന്ത്രണം പിശാചിനായിട്ടെടുക്കാൻ പറ്റും. വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അരുതാത്ത ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധ തിരിക്കാൻ ഇടയാകത്തക്ക വിധം ഇന്ദ്രിയങ്ങളെ കയറൂരി വിടരുത് എന്ന് ചുരുക്കം. ഇനി ആർക്കൊക്കെയാണ് ഈ പ്രലോഭനം ഉണ്ടാകുന്നത്? രണ്ടു കൂട്ടർക്കും, നല്ല ജീവിതം നയിക്കുന്നവർക്കും പാപികൾക്ക് പ്രലോഭനം ഉണ്ടാകും. നല്ല ജീവിതം നയിക്കുന്നവർക്ക് പാപം ചെയ്യാനുള്ള പ്രലോഭനമാണ് ഉണ്ടാകുന്നതെങ്കിൽ, പാപികൾക്ക് പാപത്തിൽ നിലനിൽക്കാനും മാനസാന്തരപ്പെടാതിരിക്കാനും തെറ്റിദ്ധരുത്താതിരിക്കാനുള്ള പ്രലോഭനമാണ് ഉണ്ടാകുന്നത്. പാപികൾക്ക് പിശാചിൻ്റെ ദാസ്യത്തിലേക്ക് പോയി അവർ അതിൽ നിന്ന് എഴുന്നേറ്റ് പിതാവിൻ്റെ പക്കലേക്ക് ധൂർത്തോത്രം പോയതുപോലെ പോകാതിരിക്കാനുള്ള ഒരു പ്രലോഭനമാണ് അവർക്ക് നൽകുന്നത്. അതുകൊണ്ട് ആത്മീയ തലങ്ങളിൽ ജീവിക്കുന്നവർക്ക് പ്രലോഭനം ഉണ്ടാകില്ല എന്ന് പറയരുത്. ഒരാൾ ഈ അടുത്ത ദിവസം എന്നോട് ചോദിച്ചു, അച്ഛാ, ഞാൻ പ്രാർത്ഥിക്കും തോറും പാപം ചെയ്യാനുള്ള ഈ പ്രലോഭനം ശക്തിപ്പെട്ട് വരുന്നുണ്ടല്ലോ. നേരത്തെ എനിക്ക് ഇല്ലാതിരുന്ന പാപം ചെയ്ത കാലത്തുണ്ടാകാതിരുന്നതിനേക്കാൾ കൂടുതൽ ഭീകരമായ പാപം ചെയ്യാനുള്ള പ്രലോഭനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, പിശാച് അങ്ങനെ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് പൗലോസ് ശ്ലീഹ എഫെസോസ് 6:12 ഒരു വചനം പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞിരിക്കുന്നത്, നാം പടവരുന്നത് മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും അന്ധകാര ലോകത്തിലെ അധിപന്മാർക്കും ആത്മീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ്. ആത്മീയ ഇടങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ വിശുദ്ധ ജീവിതമാണ്, നമ്മുടെ പ്രാർത്ഥനാ ജീവിതമാണ്, നമ്മുടെ പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായിട്ടുള്ള ജീവിതം നയിക്കാനുള്ള ആ മേഖലയാണ്. വചനാധിഷ്ഠ ജീവിതത്തിൽ നയിക്കാനുള്ള തീരുമാന മേഖലയാണ്. ധ്യാന കേന്ദ്രങ്ങൾ, ഇടവകകൾ, കുർബാനയുടെ മേഖലകൾ, ഇവിടെയെല്ലാം പിശാച് കൂടുതലായിട്ട് ഈ പ്രലോഭനം അഴിച്ചുവിടുന്നത്. കാരണം എന്താണ്? ഒരു മരം ഉണക്കണമെങ്കിൽ മരത്തിൻ്റെ ശിഖരങ്ങൾ മുറിച്ചതുകൊണ്ടോ അതിൻ്റെ പ്രധാനപ്പെട്ട തടി വെട്ടിമുറിച്ചത് കൊണ്ടോ മരം ഉണങ്ങില്ല, അതിൻ്റെ കുറ്റിയിൽ നിന്ന് വീണ്ടും കിളിർത്ത് വരും. അപ്പോൾ എന്ത് ചെയ്യണം? മരത്തിൻ്റെ വേരറുക്കണം. ഈ ആത്മീയ ജീവിതമാണ് മരത്തിൻ്റെ വേര്. മരത്തിൻ്റെ വേരിന് സമാനമാണ് ആത്മീയ ജീവിതം. അവിടെ വന്നിട്ട് പ്രലോഭകൻ എന്താ ചെയ്യുന്നത്? നമ്മുടെ ആത്മീയ ശുശ്രൂഷ അല്ലെങ്കിൽ ആത്മീയ ജീവിത ഈ യുദ്ധത്തിൽ നമുക്ക് പ്രലോഭനം തന്നുകൊണ്ട്, കൂടുതൽ പ്രലോഭനം അഴിച്ചുവിട്ടുകൊണ്ട് നമ്മളെ ഉപദ്രവിക്കാൻ അവൻ നോക്കും. അവൻ്റെ ഉപദ്രവം കൂടുന്തോറും നമ്മുടെ പ്രാർത്ഥനയും ആത്മാർത്ഥമായിട്ടുള്ള ദൈവത്തോട് സഹകരണവും അധ്വാനവും വർദ്ധിക്കണം. ആ പ്രലോഭനത്തെ അതിജീവിക്കാനായിട്ട് നമ്മുടെ ജഡത്തോട് നമ്മൾ എപ്പോഴും യെസ് പറയുന്നൊരു സ്വഭാവം ഉണ്ടെങ്കിൽ, ജഡത്തോട് ഇടയ്ക്കിടയ്ക്ക് നോ പറയാനായിട്ട് പരിശീലിക്കാനാണ് ഉപവസിക്കുന്നത്. അതിനായിട്ടാണ് ചില ത്യാഗങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് ദൈവം നമ്മെ പ്രേരിപ്പിക്കുന്നത്. മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നു, കൈ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ അല്പം സഹനം ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എന്തിനാണത്? ഈ പ്രലോഭകനെ അവൻ നമ്മുടെ ആത്മീയ മേഖലയെ തകർക്കാൻ നോക്കുന്നതുകൊണ്ട് അവനെ തോൽപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം, ലോകത്തിലൂടെയും ജഡത്തിലൂടെയും അവൻ എന്നിലേക്ക് വരുമ്പോൾ ലോകത്തിലെ സുഖഭോഗങ്ങളോടും ജഡത്തിൻ്റെ സുഖഭോഗങ്ങളോടും എനിക്ക് അനുവദിക്കപ്പെട്ട സുഖങ്ങളോട് പോലും നോ പറഞ്ഞ് 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 ദൈവത്തോടൊരു വലിയ യേസ് പറയാനായിട്ട് നമുക്ക് അത് നമ്മളെ സഹായിക്കും. ഒരു പ്രശസ്തനായ ഒരു എഴുത്തുകാരനുണ്ട്, ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നില്ല, കാരണം യേശുവിനെ കുറിച്ച് മോശമായി എഴുതിയ ഒരാളും കൂടി ആയതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അദ്ദേഹം പറയും, ജഡത്തോടും ലോകത്തോടും നിരന്തരമായിട്ട് നമ്മളെ മാടി വിളിക്കുന്ന ജഡത്തോടും ലോകത്തോടും നമ്മൾ
എപ്പോഴും ഇങ്ങനെ നോ 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 പറഞ്ഞുകൊണ്ടിരിക്കണം. എന്തിനാണെന്നോ? ദൈവത്തോടൊരു മഹാ യെസ് പറയാൻ വേണ്ടി എന്ന് പറഞ്ഞു. അപ്പം ദൈവത്തോടുള്ള ഒരു വലിയ യേസ് പറയാൻ ഈ ജഡത്തോടും ലോകത്തോടും നമ്മൾ നോ പറയുമ്പം അങ്ങനെയാണ് പ്രലോഭകനെ അതിജീവിക്കേണ്ടത്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, പ്രലോഭകൻ്റെ എല്ലാ പ്രലോഭനങ്ങളെയും എതിർത്ത് തോൽപ്പിക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള ആത്മീയ ശക്തി കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണം. ഈ നോമ്പുകാലം